ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പൊ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ശരിക്കും നല്ല തിരക്കാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, സെക്കൻഡ് സെം എക്സാം ആയി ചേച്ചി, പഴയ പോലെ വീഡിയോസ് ഇടുമെന്ന് ചോദിച്ചിട്ട്. ശരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് സെം എക്സാം ആവുന്ന പോലെ തന്നെ എനിക്ക് ഫോർത്ത് സെം എക്സാമും ആയി. സോ ഈ സെമ്മ കുറച്ച് പാടാണ്. സോ വീഡിയോസ് ഒരുപാട് ചെയ്യാനുള്ളൊരു ടൈം എനിക്കും ഇല്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം, സബ്ജക്ട്സും പഠിക്കുന്ന കാര്യങ്ങളും. അപ്പൊ മെയിൻ ആയിട്ട് സെമസ്റ്റർ എക്സാമിനായിട്ടുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പറയുമ്പോഴത്തേക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 ഉണ്ട്, നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 ഉണ്ട്, കൂടാതെ തന്നെ ബയോകെമിസ്ട്രി, അപ്ലൈഡ് ബയോകെമിസ്ട്രി ഉണ്ട്, പിന്നെ ന്യൂട്രീഷണറി ഡയറ്ററ്റിക്സ് ഉണ്ട്. സോ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ശരിക്കും നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സെമ്മാണ് ഈ ഒരു സെക്കൻഡ് സെം എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ഷൻ ഒക്കെ മേടിക്കാൻ വളരെയധികം എളുപ്പമുള്ള ഒരു സെമ്മാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരുപാട് ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വീക്സിൽ കൂടുതൽ പഠിക്കാനുണ്ട്. സോ ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, നഴ്സിംഗ് ഫൗണ്ടേഷൻ 30 ചാപ്റ്റർ ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു 30 ഒരു വലിയ സംഖ്യയായിട്ട് കരുതി ടെൻഷൻ അടിക്കാനായിട്ട് തുടങ്ങരുത്. സോ നിങ്ങളെ കൊണ്ട് മാക്സിമം പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം ഉണ്ട്. സോ ആ ഒരു ടൈമിനുള്ളിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ന്യൂട്രീഷൻ ആയിക്കോട്ടെ ബയോകെമിസ്ട്രി ആയിക്കോട്ടെ, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. നമ്മൾ സ്വന്തമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുമ്പം സ്വന്തമായിട്ട് എഴുതാന്ന് വെച്ചാൽ പറ്റുന്ന 2 സബ്ജക്ട്സ് അല്ല അത്. നഴ്സിംഗ് ഫൗണ്ടേഷൻ പിന്നെയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ പറ്റും, പക്ഷെ ബയോകെമിസ്ട്രി തീരെ പറ്റത്തില്ല. ബയോകെമിസ്ട്രി ഇപ്പം ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു എലൈസ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സോ പഠിച്ചിട്ട് തന്നെ പോകുക. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്ക് തോന്നുന്നു ഒരു 7 ചാപ്റ്റർ എന്തോ ഉള്ളൂ ബയോകെമിസ്ട്രി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ഒരു 7 ചാപ്റ്റർ നിങ്ങൾ സിലബസ് നോക്കി തന്നെ പഠിച്ചിട്ട് പോവുക, ഒരു ടോപ്പിക്സും വിടരുത്. ബിക്കോസ് മിക്ക ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആണ്. നമുക്കങ്ങനെ നല്ലതല്ലാത്ത ടോപ്പിക് എന്ന് പറയാനില്ല. മറ്റേ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് പോവാ. ന്യൂട്രീഷനും കുറച്ച് ഡ്രൈ ടോപ്പിക് ആണ്, അങ്ങനെ വലിയ രസമൊന്നും ഉള്ളതല്ല, പക്ഷെ പഠിച്ചിട്ട് പോവുക. അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ഒരു ഫങ്ഷൻസ്, ഇപ്പൊ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുക. ഫംഗ്ഷൻ ഒക്കെ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. പിന്നെ ഈ റിലേഷൻ വരും, ഇതും ഒരു 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ഇപ്പൊ ഹെൽത്തും ന്യൂട്രീഷനും ആയിട്ടുള്ള ബന്ധം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണ്. നഴ്സിംഗ് ഫൗണ്ടേഷനിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 30 ചാപ്റ്റർ ഉണ്ട്. നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. ആ ഒരു 30 ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഓർക്കുമ്പോൾ തന്നെ ഒരു എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ കുറേശ്ശെ പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അത് തീർന്നോളും. ഇനി നിങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നഴ്സിംഗ് ഫൗണ്ടേഷൻ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് പഠിച്ചുകൊണ്ട് പോകുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാതെ നമ്മൾ വിടുന്നതോ ഇത് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് വിടുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എസ്സേ നമുക്ക് 2 എസ്സേ ഉണ്ട്, അതും 15 മാർക്ക് ഒരെണ്ണം വെച്ച് വരുന്ന 2 എസ്സേ. സോ ഒരു എസ്സേ നിങ്ങൾക്ക് വിടരുത്. ആ ഒരു 2 എസ്സേ എഴുതാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, എസ്സേ ഒക്കെ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് എന്ന് പഠിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വരാറുണ്ട്. പക്ഷെ ഷോർട്ട് നോട്ട് ചിലപ്പോൾ നമുക്ക് ഒന്നും അറിയുന്നതായിരിക്കത്തില്ല വരുന്നത്. അപ്പൊ നിങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമെങ്കിൽ എഴുതണം. അപ്പൊ ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യന്റെ സമയത്ത് എനിമ, ആ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിമയൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പഠിച്ചിരുന്ന സാധനം തന്നെയാണ് നമുക്ക് എസ്സേ വന്നത്. സോ നമുക്ക് എസ്സേ 2 സീൻ ഇല്ലായിരുന്നു. വേറൊരു എസ്സേ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഷോർട്ട് നോട്ട് വന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പഠിച്ചുകൊണ്ട് പോയതൊന്നും അല്ല. പെയിൻ ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പൊ നമുക്കിപ്പോ എനിക്ക് പെയിൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പൊ പെയിൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് പെയിൻ എന്തായാലും അറിയായിരിക്കും. നമുക്ക് പറയാം എന്താണ് മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ടൈപ്സ് നമുക്ക് അറിയാം. പിന്നെ സിവിയറിറ്റിയുടെ ബേസിൽ ഇപ്പം സിവിയർ പെയിൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുക. കൂടാതെ തന്നെ നമുക്കറിയാം അക്യൂട്ട് പെയിൻ ഉണ്ട്, ക്രോണിക് പെയിൻ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ ആ കാര്യങ്ങൾ എഴുതി വെക്കുക. ഒന്നും അറിയത്തില്ല, ഞാൻ ആ ടോപ്പിക്സ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നഴ്സിംഗ് ഫൗണ്ടേഷന്റെ കേസിൽ ഇരിക്കരുത്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എല്ലാ ചോദ്യത്തിലും റോൾ ഓഫ് നഴ്സ് അല്ലെങ്കിൽ നഴ്സസ് റെസ്പോൺസിബിലിറ്റി എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ എസ്സേ ആയിക്കോട്ടെ, റോൾ ഓഫ് നഴ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മറക്കാണ്ട് എഴുതുക. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, കെയർ പ്ലാൻ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരയ്ക്കുക. പ്രത്യേകിച്ച് എസ്സേ ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കെയർ പ്ലാൻ വരയ്ക്കുക. ഇനി നഴ്സിംഗ്
മാനേജ്മെന്റ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ കെയർ പ്ലാൻ വരച്ചിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിക്കണം എന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു 4ാമത്തെ മറ്റേ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ആക്കാണ്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഐ തിങ്ക് ഞങ്ങളുടെ ഒരു എസ്സേ ആ കമ്മ്യൂണിക്കേഷനിൽ നിന്നായിരുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മറക്കാണ്ട് പഠിക്കണം. പിന്നെ റെക്കോർഡ് ആൻഡ് റിപ്പോർട്ട്, ഡോക്യുമെന്റേഷൻ ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ നിങ്ങൾ മറക്കാണ്ട് തന്നെ പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ ഈ എനിമ വരുന്ന ചാപ്റ്റർ ഉണ്ട്, ആ ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ പഠിച്ചിരിക്കണം. അടുത്തായിട്ട് കെയർ ഓഫ് ടെർമിനലി ഇൽ പേഴ്സൺ, ആ ഒരു ചാപ്റ്റർ. അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതിന്റെ അസിഡോസിസ്, ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, പിന്നെ റെസ്പിറേറ്ററി ആൽക്കലോസിസ്, അതൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് നിങ്ങൾ മറക്കാണ്ട് പഠിച്ചിരിക്കണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടരുത്. നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 നിന്നാണ് സാധാരണ വർഷങ്ങളിൽ കൂടുതൽ പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത്. സോ അതും സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ടൈം ഉണ്ട്. ആ ടൈം ഇനി നിങ്ങൾ വേസ്റ്റ് ആക്കാതെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. ആ ഒരു കാര്യം ഉറപ്പാണ്. ഉറപ്പായിട്ടും ബയോകെമിസ്ട്രി സ്വന്തമായിട്ട് അവിടെ പോയിരുന്ന് എനിക്കറിയാവുന്ന എഴുതാന്ന് വിചാരിച്ച് പോകരുത്. നിങ്ങൾ ഉറപ്പായിട്ടും ബയോകെമിസ്ട്രി പഠിച്ചിട്ട് തന്നെ പോവുക. ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ നമ്മൾ എഴുതാതെ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ഇപ്പൊ അനാട്ടമി, ഫിസിയോളജി നിങ്ങൾ എഴുതാതെ മാർക്ക് കിട്ടും. അതുപോലെ തന്നെയുള്ളൊരു സബ്ജക്റ്റ് ആണ് ബയോകെമിസ്ട്രി. ന്യൂട്രീഷൻ പിന്നെ നമുക്ക് കുറച്ചൊക്കെ എഴുതാൻ പറ്റും, പക്ഷെ പഠിച്ചിട്ട് തന്നെ പോവുക. നഴ്സിംഗ് ഫൗണ്ടേഷൻ നിങ്ങൾ മാക്സിമം പഠിക്കുക. പറ്റുന്ന പോലെ പഠിച്ച് തന്നെ പോവുക. മറ്റേ ഹെൽത്തിന്റെ ചാപ്റ്റർ ഒക്കെയാണ്, മറ്റേ പിരമിഡ് പോലൊക്കെ വരയ്ക്കുന്ന തിയറീസ് ഒക്കെ ഉള്ള ഹെൽത്ത്, ഇൽനെസ്, കോണ്ടിനം, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പഠിച്ചിട്ട് പോവുക. ശരിക്കും ഞാൻ ഇത് ടെക്സ്റ്റ് നോക്കിയിട്ടൊന്നും അല്ല പറയുന്നത്, ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു മറ്റേ കഴിഞ്ഞ ഇയർ ഞാനൊരു ടൈം ടേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേർക്ക് അത് യൂസ്ഫുൾ ആണെന്ന് എനിക്കിപ്പോ മെസ്സേജ് അയച്ചപ്പോഴാണ് മനസ്സിലായത്. സോ മാക്സിമം ഞാൻ നാളെ മറ്റന്നാളോ ആയിട്ട് ഒരു ടൈം ടേബിൾ വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വീഡിയോ പറ്റുവാണെങ്കിൽ ചെയ്യാം. ശരിക്കും ടൈം ഉണ്ടെന്ന് തോന്നുന്നില്ല. 4th സെം നല്ല പാടാണ്. ഫാർമക്കോളജി ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ പഠിക്കാനുണ്ട്. സോ മാക്സിമം പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്യാം. അപ്പൊ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. 2 വീക്സ് ടൈം ഉണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട്. വിചാരിച്ചാൽ പഠിക്കാന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, സുഖമായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെമ്മാണ് സെക്കൻഡ് സെം. സോ ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എക്സാം റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.